അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 72 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് 73ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം ട്ടോ. നഹ്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹന് ഹഫ് സുക്കൂന് കൊടുക്കുക, നഹ്നു എന്ന് ഓതരുത് കേട്ടോ. നഹ്നു ഓക്കെ. നഹ്നു ജഅൽനാഹ ഐൻ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഐനാണ്. ഓക്കെ. ജഅൽനാഹ ഇവിടെയൊക്കെ മദ് അസ്ലി, രണ്ടനക്കം നീട്ടേണ്ട മദ് അസ്ലിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ദാലിന്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഓക്കെ. അല്ല റോയാണ്. നോക്കൂ, തെൻവീന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ ഏതാണെന്ന് വൗ ആണ് അല്ലേ. തെൻവീന് ശേഷം വൗ വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഇതിനൊരു പേരും പറയും, നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ്? ഇദ്ഗാം. മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് പറയുന്ന പേരാണ് ഇദ്ഗാം ബിഉന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് ഓതുക. മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് എന്തു പറയും? ഇദ്ഗാം ബിഉന്ന എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഓർത്ത് വെക്കുക. ഇനിയും ഉള്ള ക്ലാസ്സുകളിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇദ്ഗാം ബിഉന്ന, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് പറയുന്ന പേര്. ഓക്കെ. ഇവിടെ നോക്കൂ, ഇവിടെ ഇവിടെ തെൻവീന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ലാമാണ്. തെൻവീന് ശേഷം ലാമ് റോ ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതും, പക്ഷെ മണിക്കൂല. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതും. എങ്ങനെ ഇവിടെ ഓതും? അല്ലേ, മതാഅല്ലിൽ കൂട്ടിച്ചേർത്ത് ഓതും, മണിക്കില്ല. ഇതിനൊരു പേര് പറയും. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് പറയുന്ന പേര് ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം ബിലാ ഉന്ന. ഓക്കെ. ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടവർ പ്രത്യേകമായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. റിപ്പീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് എന്ത് പറയും? ഇദ്ഗാം ബിലാ ഉന്ന. ഓക്കെ. അടുത്തതായിട്ട് 74ാമത്തെ ആയത്തൊന്ന് നോക്കാം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ഫസബ്ബിഹ് ബന് ശ്രദ്ധയുണ്ട്. എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. ബി. ഫസബ്ബിഹ് ഹന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ബിഹ്. ഓക്കെ. ബിസ്മി ബിന്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. നമ്മളവിടെ ഒന്നും ചെയ്യണ്ട, കുട്ടി ചേർത്തങ്ങ് ഓതിപ്പോവുക കേട്ടോ. ബിസ്മി ഹാഫ് സുക്കൂന് കൊടുക്കുക. ബിസ്മി റബ്ബിക്കൽ ബിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിക്കുക കേട്ടോ. അതുപോലെ റബ്ബിക്ക അല്ല, റബ്ബിക്ക. ഓക്കെ. റബ്ബിക്കൽ കാഫിന് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. റബ്ബിക്കൽ, കൽ എന്ന് പറയില്ല, മലയാളം പറയും പോലെ റബ്ബിക്കൽ. കാഫിന് ചെറിയൊരു ചെരിവ് വേണം കേട്ടോ. റബ്ബിക്കൽ അളീം. ഐൻ അളീം. ഓക്കെ. നീട്ടി ഓതി നിർത്തുക കേട്ടോ. 75ാമത്തെ ആയത്ത്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. തജ്വീദ് ഒന്ന് നോക്കാം. ഫല, ഇവിടെ നോക്കൂ, ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു അല്ലേ. നമുക്കിവിടെ എത്രയാണ് നീട്ടിക്കൊടുക്കേണ്ടത്?
എത്ര അളവിൽ നീട്ടിക്കൊടുക്കാം? 2 മുതൽ 4 അനക്കം വരെ നമുക്ക് നീട്ടിക്കൊടുക്കാം അല്ലെ. ഇതിനൊരു പേരും നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? മദ് മുൻഫസിൽ. മദ് മുൻഫസിലാണ്. ഓക്കെ, നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഉഖ്സിമു, ഖാഫിന് സുക്കൂന്, കൽക്കലയുടെ ലെറ്റർ ആണ് ഖാഫ് അല്ലേ. അപ്പൊ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. ഉഖ്സിമു ബിമവാഖിഇ. ബിമവാഖിഇ സാധാരണ മദ് 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ബിമവാഖിഇൻ നുജൂം. നോക്കൂ, നൂനിന്റെ മുകളിൽ ഷദ്ദ അല്ലെ. എന്ത് ചെയ്യണം? നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. നൂന് മീമ് ഈ 2 ലെറ്റേഴ്സിന്റെ മുകളിൽ ഷദ്ദ വന്നാൽ നന്നായിട്ട് മണിച്ചോദണം കേട്ടോ. മവാഖിഇൻ നുജൂം. മദ് ആരിയ്. ഓക്കെ, അടുത്തതായിട്ട് 76-ാമത്തെ ആയത്ത്. وَإِنَّهُ لَقَسَمٌ لَوْ تَعْلَمُونَ عَظِيمٌ. وَإِنَّهُ ചുണ്ടിനെ സർക്കിളാക്കി പിടിക്കാൻ മറക്കരുത് കേട്ടോ. ചുണ്ടിനെ സർക്കിളാക്കി പിടിക്കുക, റൗണ്ടിലാക്കിയിട്ട് ഓതുക കേട്ടോ. ഓക്കെ. നൂന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നന്നായിട്ട് തന്നെ മണിച്ചോതുക കേട്ടോ. ഇതിന് ശേഷം ഒരു കുഞ്ഞു വാവുണ്ട് അല്ലെ. വാവുൻ സഗീറുൻ, ചെറിയ വാവ്. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചവിടെ നീട്ടിക്കൊടുക്കുക, 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ നോക്കൂ, തെൻവീന് ശേഷം വന്നിട്ടുള്ളത് തെൻവീന് എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോവരുത്. ഇരട്ട ഫതഹ, ഇരട്ട കസ്റ, ഇരട്ട ലമ്മ. ഓക്കെ. ഇവിടെ നോക്കൂ, തെൻവീന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ ഏതാണ്? ലാം ആണ് അല്ലേ. നമ്മൾ പഠിച്ചു, തെൻവീന് ശേഷം ലാം റോ ഈ 2 ലെറ്റേഴ്സ് വന്നാൽ കൂട്ടിച്ചേർത്തോതണം. മണിച്ച് കൂട്ടിച്ചേർക്കരുത്, മണിക്കാതെ കൂട്ടിച്ചേർത്തോതണം. ഇതിനൊരു പേരും നമ്മൾ മുമ്പ് പറഞ്ഞു. ഇദ്ഗാം ബിലാ ഉന്ന. ഓക്കെ, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തോതുക. ബിലാ ഉന്ന, മണിക്കാതെ കൂട്ടിച്ചേർത്തോതുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. തഅലമൂന അളീം. ഐന് സുക്കൂന്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തഅലമൂന, വാ മദ് 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക. തഅലമൂന അളീം. അളീം ഐന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അളീം. ഓക്കെ, നന്നായിട്ട് നീട്ടി ഓതി വഖഫ് ചെയ്യുക കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.